എല്ലാവർക്കും നമസ്കാരം. മൂകാംബിക അഷ്ടകം നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഫലശ്രുതിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ചൊല്ലുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇദം സ്തോത്രരത്നം കൃതം സർവദേവൈർ എന്നാണ് എഴുതിയിരിക്കണേ. ദേവൈഹി നമ്മൾ ചൊല്ലുമ്പോൾ അങ്ങനെ വേണം. അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇദം സ്തോത്രരത്നം കൃതം സർവദേവൈ ഹൃദിത്വം സമാധായ ലക്ഷ്മ്യഷ്ടഗമ്യ ഹൃദിത്വം സമാധായ ലക്ഷ്മ്യഷ്ടഗമ്യ പഠേന്നിത്യമേവ വ്രജയോഗലക്ഷ്മീം പഠേൻ നിത്യമേവ വ്രജയോഗലക്ഷ്മീം സവിദ്യാം ച സത്യം ഭവത്യപ്രസാദാത് സവിദ്യാം ച സത്യം ഭവത്യപ്രസാദാത് ഇദം സ്തോത്രരത്നം കൃതം സർവദേവൈഹി ഇദം സ്തോത്രരത്നം കൃതം സർവദേവൈഹി ഹൃദിത്വം സമാധായ ലക്ഷ്മ്യഷ്ടഗമ്യ ഹൃദിത്വം സമാധായ ലക്ഷ്മ്യഷ്ടഗമ്യ ഹൃദിത്വം സമാധായ ലക്ഷ്മ്യഷ്ടഗമ്യ പഠേൻ നിത്യമേവ വ്രജയോഗലക്ഷ്മീം പഠേൻ നിത്യമേവ വ്രജയോഗലക്ഷ്മീം സവിദ്യാം ച സത്യം ഭവത്യപ്രസാദാത് സവിദ്യാം ച സത്യം ഭവത്യപ്രസാദാത്. ഇതിൻ്റെ അർത്ഥം ദേവന്മാരിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയുടെ രത്നം അഥവാ ചുരുക്കം നന്നായി പഠിച്ച് ഈ അഷ്ടകത്തിൽ മനസ്സുറപ്പിച്ച് ഏകാഗ്രമായി മഹാലക്ഷ്മിയുടെ ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് ചൊല്ലുന്നവർക്ക് അമ്മ മഹാലക്ഷ്മി സർവവിദ്യയും നൽകി അനുഗ്രഹിക്കും എന്നർത്ഥം. കൂടാതെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അമ്മ അനുഗ്രഹിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്തോത്രവുമായി വരാം, കാണാം, പഠിക്കാം.